ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇപ്പം ഞാൻ നാട്ടിൽ വന്നപ്പോൾ പിള്ളേർ പറഞ്ഞു അവർക്ക് കപ്പപ്പുഴുക്ക് വേണമെന്ന്. അപ്പോൾ നല്ല പച്ചക്കപ്പ കിട്ടി. അപ്പോൾ അത് തൊണ്ട് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഒരു 1.5 കിലോ കപ്പയുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഉള്ളി, കറിവേപ്പില, ഒരു ജീരകം. നമുക്കത്ര ഇഷ്ടമല്ല ജീരകം, എന്നാലും ചിലർക്ക് അതിൻ്റെ ഇഷ്ടമാണെങ്കിലോ. അപ്പോൾ ഓക്കെ, നമ്മളപ്പോൾ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോട്ടെ. കപ്പ കഴുകി വൃത്തിയാക്കിയത് കുക്കറിലേക്ക് ആഡ് ചെയ്യുവാണ്. കഴുകി വൃത്തിയാക്കിയ കപ്പ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നു. എനിക്ക് ടീസ്പൂൺ കൊണ്ടൊന്നും അറിയത്തില്ല, ഞാനെൻ്റെ ഒരു കൈ ഉപ്പിട്ടു. ഓക്കെ, ഇനി നമ്മളിത് അടുപ്പത്ത് വെച്ച് വേണ്ടതിന് ശേഷം വീണ്ടും കാണിച്ചു തരാം. നമ്മൾ ഗ്യാസ് കത്തിച്ചു, ഓൺ ചെയ്തു, കുക്കർ അടുപ്പത്ത് വെച്ച് ഒരു വിസിൽ വരുന്ന വരെ നമ്മൾ കപ്പയിലേക്കുള്ള അരപ്പ് റെഡിയാക്കുക കേട്ടോ. അപ്പോൾ ആ തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ജീരകം, ഉള്ളി, എല്ലാ ഐറ്റംസും നമ്മളിതിലിട്ട് 2 കറിവേപ്പിലയും കൂടി. ഓക്കെ, നമ്മളിത് ഒന്നരച്ചെടുക്കാം. അപ്പം നമ്മൾ കപ്പ അടുപ്പത്ത് വെച്ചായിരുന്നു. കപ്പ റെഡി ആയിട്ട് വരുന്നത് പോലെ വെന്തു. അപ്പം ഇനി നമ്മൾ ഈ അരപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ അരപ്പുകളെല്ലാം ഇതിൽ ആഡ് ചെയ്യുവാണ്. തേങ്ങ ഇട്ടിട്ട് നമ്മളൊന്നത് കുഴച്ചെടുക്കുക. തേങ്ങയിട്ടൊന്ന് മൂടി വയ്ക്കാം, ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കല്ലേ. അപ്പോൾ നമ്മളത് ഒന്ന് മൂടി വെച്ചായിരുന്നു. അപ്പോൾ നമ്മളൊന്ന് ഇനി ലാസ്റ്റത്തെ കപ്പ റെഡി ഓക്കെ ആയി. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഇച്ചിരി കറിവേപ്പിലൊക്കെ ഇങ്ങനെ ഇട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഓക്കെ. അപ്പം നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡി ആയിരിക്കുന്നു. അപ്പം നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡിയായി. നമ്മളതിട്ട് ഉപ്പുണ്ടോ എന്ന് നോക്കുകയാണേ. കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പം നമ്മളതിൽ ഓക്കെ. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡിയായി. ഞങ്ങൾ കപ്പയിൽ ശകലം അച്ചാറും തൈര് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ മീൻകറിയൊന്നും ആർക്കും ആവശ്യമില്ലാത്തത്, ഇഷ്ടമില്ലാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. അപ്പം നിങ്ങൾക്ക് മീൻകറിയോ ഇറച്ചിക്കറിയോ എന്താണ് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ചെയ്യും. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി പരീക്ഷിച്ച് ഇതിൻ്റെ ഇതുണ്ടാക്കി കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം പറയുക.